അയാളുടെ കയ്യിലുണ്ടെങ്കിലോ ഒരു ഡെവിൾസ് ഓൾട്ടർനേറ്റീവ്. അനൗൺസ് ചെയ്ത അന്ന് മുതൽ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രമാണ് മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ എബ്രഹാം ഓസ്ലർ. ജയറാം കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിൽ അർജുൻ അശോകൻ, അനശ്വര രാജൻ, ദിലീഷ് പോത്തൻ, ആര്യ സലീം, ജഗദീഷ്, അനൂപ് മേനോൻ, സെന്തിൽ കൃഷ്ണ, കുമരകം രഘുനാഥ്, സൈജു കുറുപ്പ് എന്നിവർക്കൊപ്പം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു കിടിലൻ കാമിയോ അപ്പിയറൻസും കൂടി ചേരുമ്പോൾ ഓസ്ലർ എന്നത് മറ്റൊരു മികച്ച ത്രില്ലർ അനുഭവമായി മാറുകയാണ്. ഡോക്ടർ രൺധീർ കൃഷ്ണനാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ടൈറ്റിൽ കഥാപാത്രമായ എബ്രഹാം ഓസ്ലറായി ജയറാം വളരെ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ് എത്തുന്നത്. ഒരുപക്ഷെ ജോസഫിലെ ജോജുവും ഗരുഡനിലെ സുരേഷ് ഏട്ടനും ഒക്കെ ഉദാഹരണം പറയാൻ പറ്റുന്ന പോലെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ട, ഒരുപാട് വേദനകൾ ഉള്ളിൽ ഒതുക്കുന്ന, ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന, ഔദ്യോഗിക ജീവിതം പോലും ചോദ്യചിഹ്നത്തിൽ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അതാണ് എബ്രഹാം ഓസ്ലർ. അയാളുടെ മുന്നിലേക്ക് തികച്ചും ദുരൂഹമായിട്ടുള്ള ഒരു കേസ് എത്തുകയാണ്. അതിന്റെ ചുരുളഴിക്കാൻ ഓസ്ലർ നടത്തുന്ന അന്വേഷണമാണ് എബ്രഹാം ഓസ്ലർ എന്ന സിനിമ പറയുന്ന കഥയുടെ ചുരുക്കം. നിരവധി വ്യത്യസ്തമാർന്ന കിളി പറത്തുന്ന പല കുറ്റാന്വേഷണ കഥകൾ പല ഭാഷകളിലായി നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അതോടൊപ്പം നിർത്താൻ സാധിക്കുന്ന ഞെട്ടിക്കുന്ന ഒരു അനുഭവമൊന്നും ഓസ്ലർ നമുക്ക് നൽകുന്നില്ല. അഞ്ചാം പാതിര പോലെ ഒരു മുഴുനീള സൈക്കോ ത്രില്ലർ ഒന്നും പ്രതീക്ഷിച്ച് തിയേറ്ററിലേക്ക് ചെല്ലരുത്, നിരാശയായിരിക്കും ഫലം. പക്ഷെ എന്നിരുന്നാലും പ്രേക്ഷകനെ മടുപ്പിക്കാതെ, മുഷിമിപ്പിക്കാതെ വൃത്തിയായി തന്നെ പറഞ്ഞു പോകുന്ന ഒരു മികച്ച ക്രൈം ത്രില്ലർ തന്നെയാണ് എബ്രഹാം ഓസ്ലർ. ഒരു മെഡിക്കോ ലീഗൽ ക്രൈം ത്രില്ലർ എന്ന് എബ്രഹാം ഓസ്ലറിനെ വിശേഷിപ്പിക്കാം. വളരെ നന്നായിട്ട് ഹോംവർക്കും റിസർച്ചും നടത്തി തന്നെയാണ് മിഥുനും ഡോക്ടർ രൺധീർ കൃഷ്ണയും ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ജയറാമിന്റെ ഏറെ നാളിന് ശേഷമുള്ള ഒരു കംബാക്ക് ആണ് എബ്രഹാം ഓസ്ലർ. ഒട്ടും മോശമായിട്ടില്ല എന്ന് പറയാം. എന്നാൽ ജയറാം എന്ന നടന്റെ മുഴുവൻ പൊട്ടൻഷ്യലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം തന്നെയാണ്. കാരണം ഇനിയും ഏറെ ജയറാമിന് പ്രകടിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം ഒരുപക്ഷെ ഇനിയും നമുക്ക് കാണാൻ സാധിക്കും വരും നാളുകളിൽ. അതിനെക്കുറിച്ചുള്ള അനൗൺസ്മെന്റുകളൊക്കെ വരട്ടെ. മറ്റുള്ള കഥാപാത്രങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ജഗദീഷ്, അനശ്വര രാജൻ, ദിലീഷ് പോത്തൻ, സൈജു കുറുപ്പ്, സൈജുവിന്റെയും മമ്മൂക്കയുടെയും ചെറുപ്പകാലം അവതരിപ്പിച്ച നടന്മാർ, ഇവരെല്ലാം തന്നെ അടിപൊളിയായിട്ടാണ് പെർഫോമൻസ് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരാളുണ്ട്, മെഗാസ്റ്റാർ മമ്മൂട്ടി. അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിനെ കുറിച്ച് പക്ഷേ ഒരുപാട് വർണ്ണിക്കാൻ പറ്റുകയുമില്ല. കാരണം അതൊരു വലിയ സ്പോയിലറായി മാറും. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ആ കഥാപാത്രത്തെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ ആ സംഭവം, ആ കഥാപാത്രം അത് തീയായിരുന്നു. അത്രയ്ക്ക് കിടിലമായിട്ടുള്ള ഇൻട്രോയും ആ ഒരു പ്രസന്റേഷനുമാണ് ആ കഥാപാത്രത്തിന് നൽകിയിരിക്കുന്നത്. സിനിമ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആവറേജ് നിലവാരത്തിന് മുകളിൽ നിൽക്കുന്ന ഒരു ക്രൈം ത്രില്ലർ അനുഭവം തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തേനി ഈശ്വറാണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. ശരിക്കും ഓരോ ഫ്രെയിമും അടിപൊളിയായിട്ട് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മിഥുൻ മുകുന്ദന്റെ പശ്ചാത്തല സംഗീതവും ചിത്രത്തിലെ ഓരോ മൊമെന്റിലും പ്രേക്ഷകന്റെ മൂഡിനെ സിനിമയിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ ശരിക്കും സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗും ചിത്രത്തിന്റെ കഥാഗതിയെ വളരെ മികച്ചതാക്കിയിട്ടുണ്ട്. ഒരു ഹെവി എക്സ്പീരിയൻസ് എന്നൊന്നും പറയാനാവില്ല എങ്കിലും ഉറപ്പായും തിയേറ്ററിൽ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്ന ഒരു മികച്ച ക്രൈം ത്രില്ലർ അനുഭവം തന്നെയാണ് എബ്രഹാം ഓസ്ലർ നമുക്ക് സമ്മാനിക്കുന്നത്. തൊട്ടടുത്ത തിയേറ്ററിൽ തന്നെ കണ്ടാസ്വദിക്കുക. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും റിവ്യൂവിനുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസിൽസ്.